അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദൂരം വന്നിട്ട് തട്ടേക്കാടൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം പോന്നു. ഇതാണ് കുട്ടമ്പുഴ. നല്ല ഒഴുക്കാണ് കേട്ടോ. ആകെയുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആനനെ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസമൊക്കെ നിറച്ച് ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം, കാണിച്ചു തരാം. നിറയെ ആന വന്ന് കുളിക്കാൻ വന്നേക്കണ സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഇനി കുട്ടമ്പുഴ ടൗണൊക്കെ വരുന്നത്. നമുക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടമ്പുഴ ടൗണാണ് ഈ കാണുന്നത്. ചെറിയൊരു ടൗണാണ് ഇപ്പോൾ. അപ്പോൾ ഈ കുട്ടമ്പുഴ ടൗണിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ടത് റൈറ്റിലോട്ടുള്ള വഴിയാണ്. മാമലക്കണ്ടം പോകണം. നമ്മൾ മാമലക്കണ്ടം മാമലക്കണ്ട വഴി ഇറങ്ങി അടിമാലിയൊക്കെ പോകാം നമുക്ക്. അപ്പോൾ നമ്മളെന്തായാലും ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് കുട്ടമ്പുഴ ടൗൺ. അപ്പോൾ നമുക്ക് പോവാം. ഈ വഴി വന്നു കഴിയുമ്പം പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ, എങ്ങോട്ടാണ് തിരിഞ്ഞ് ടേൺ ചെയ്ത് പോകേണ്ടത് മനസ്സിലാവില്ല. ചെറിയൊരു സ്പേസാണ് വരുന്ന കയറി പോകാനായിട്ടുള്ള വഴി. നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കോതമംഗലത്തേക്കുള്ള ബസ്സാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി നമ്മുടെ കാറ് അങ്ങോട്ടേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കയറി പോകണം. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴി ചെറിയൊരു വഴിയാണ്. ആ വഴി കയറിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാൻ പറ്റും. ഇതുണ്ടോ, ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വഴി. എങ്ങനെയാണ് റോഡ് കിടക്കണത്, ആ ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ്. കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്, ടാറിട്ട വഴിയല്ല, കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. അപ്പോൾ അത് മാമലക്കണ്ടം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വഴിയും കൂടെ കയറിപ്പോവാം. ഈ വഴി നമുക്ക് അകത്തോട്ട് കയറിപ്പോട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മളാ ഇപ്പോൾ കണ്ടില്ലേ, ഒരു അമ്പലം പോലത്തെ സ്ഥലമൊക്കെ കണ്ടില്ലേ, ആ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് ആന ഒരാളെ ചവിട്ടിക്കുന്നതൊക്കെ. ഈ സ്പോട്ടിലെല്ലാം ആന ഇറങ്ങുന്നതാണ് കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം വരെ ആന ഉണ്ടായിരുന്നു. ഏത് നിമിഷം നമുക്ക് ആനയെ പ്രതീക്ഷിക്കാം. ഇവിടെ ആനശല്യം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ആളുകൾ സ്ഥലമൊക്കെ വിറ്റ് പോവുകയാണ്. ഇവിടെ നിന്ന് സ്ഥലം വാങ്ങിക്കാറില്ല. വഴിയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. വഴിയൊക്കെ റോഡിൽ കൂടെ പുഴ ഒഴുകണമല്ലോ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാടാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചിട്ട് വരാൻ പറ്റുന്നവർ വരിക. ബസ് സർവീസ് ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരു ബസ് വെച്ചിട്ട് മാമലക്കണ്ടത്തേക്കുണ്ട്. പിന്നെ ഇവിടുന്ന് ഉല്ലാസയാത്രയുണ്ട് ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ. ഈ വഴിക്ക് KSRTC 3-4 KSRTC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉല്ലാസയാത്രയും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ചെറിയൊരു അരുവിയൊക്കെ കണ്ട് നിർത്തുകയാണ് കേട്ടോ. നമ്മുടെ പുറകിൽ ചെറിയൊരു അരുവി. ഇതിൽ വന്ന് ഈ റോഡൊക്കെ ക്രോസ് ചെയ്ത് കണ്ടോ, റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് നേരെ താഴത്തോട്ട് പോകും. അപ്പോൾ അതൊന്ന്
വന്ന വഴി നമ്മളൊന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. അത് നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു കാഴ്ചയാണ് ഇതെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി എത്തിയതാണ്. നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ കാറവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. വന്ന വഴി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ വന്ന വഴിയല്ല, ചെറിയൊരു വഴിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും മനോഹരമാണ്. ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി ഗ്രീനറി ആയിരിക്കും കേട്ടോ, നല്ല പച്ചപ്പായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളെല്ലാം ഫുള്ളുണ്ട്. അത് ഈ മഴക്കാലത്ത് വന്നാൽ മഞ്ഞ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം, നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് ആളുകൾ പോണ വഴിയല്ല. സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്ത് സുഖമായിട്ട് നിങ്ങൾക്ക് സ്ഥലമൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്പോട്ടിൽ നിന്ന് കുറച്ച് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ മറ്റൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കി, അതായത് നമ്മൾ കാറോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ ഒതുക്കി നിങ്ങൾക്ക് സ്ഥലമൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. വലിയ കാടാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ എത്രയും കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. കുറച്ച് ദൂരം നമ്മളിങ്ങനെ ഓടി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ടേണിംഗ് ആണ്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. കണ്ടോ, മാമലക്കണ്ടം, അടിമാലി, മൂന്നാറൊക്കെ പോകണത് നമ്മൾ ഈ റൈറ്റിലോട്ട് ടേൺ ചെയ്തിട്ടാണ്. അവിടെ ബോർഡ് ഉണ്ട്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. മരം റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴി നമുക്ക് മുകളിലോട്ട് കയറിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് വണ്ടി നിർത്തി നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കയറി കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്കിതിൽ പയ്യെ നടന്നു പോവാം. ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ പറയണേ. ഇത് ഇങ്ങോട്ടാട്ടോ പോട്ടെ, ആ വഴിക്കല്ല ഈ വഴിക്കാണ് പോട്ടെ.
അപ്പോൾ ദേ നമ്മളവിടെ ഏകദേശം എത്താറായിട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് സൗണ്ട് കേൾക്കാം, വെള്ളം കുത്തി ഒഴുകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. വണ്ടി ബൈക്കൊക്കെ വരാൻ പറ്റും, കാറൊന്നും വരാനുള്ള സൗകര്യമില്ല. കാർ നമ്മൾ ആ കണ്ടയിടത്ത് പാർക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. റോഡ് ഇവിടം വരെ ഉള്ളൂ, റോഡ് എൻഡാണ്. ഇവിടുത്തെ പുഴയിൽ ഇറങ്ങാനെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത്. ആഴമുള്ള കടവ്. വാവ്, അടിപൊളി കിടിലം വ്യൂ ആണ് കേട്ടോ. നോക്കി, രക്ഷയില്ല. നമ്മൾ ഏകദേശം മാമലക്കണ്ടം അവരുടെ ജംഗ്ഷൻ എത്തി. അപ്പോൾ കാറ് പോകണുണ്ട്, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന മാമലക്കണ്ടം സ്കൂൾ കേട്ടോ. നേരെ പോകണം അടിമാലി റൂട്ടിലേക്കാണ് നമ്മൾ പോകണത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അവിടെയാണ് സ്കൂൾ, ഈ വഴി കയറി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ട് കണ്ടോ, വെള്ളമൊക്കെ ഒഴുകുന്ന നല്ല അടിപൊളി കാഴ്ചയാണ്.
ഇതാണ്ട് മാമലക്കണ്ടം സ്കൂള്. ഈ ഒരൊറ്റ വെള്ളച്ചാട്ടം കാരണം ഭയങ്കരമായിട്ട് ഫേമസ് ആയ സ്കൂളാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ അകത്തുണ്ട്, നമ്മളതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, അതുകൊണ്ട് ക്ലാസ്സുള്ള ടൈമാണ്. അപ്പോൾ ഈ നമ്മുടെ കാഴ്ചകൾ നമ്മളിവിടെ വെച്ച് പയ്യെ ക്ലോസ് ചെയ്യാൻ കേട്ടോ.